ഹലോ ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ പ്രോ എന്ന ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലെൻഡർ വെച്ച് എങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിത് റെൻഡർ ചെയ്തേക്കുന്ന സൈക്കിൾസിലാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിലോട്ട് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഈ സീൻ നമുക്ക് ബ്ലെൻഡറിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് അവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബ്ലെൻഡർ ഞാൻ ഉപയോഗിക്കുന്നത് 2.90 ആണ്. 2.91 ഒരുപാട് ബഗ്ഗുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർ ഫിക്സ് ചെയ്തോളും. നമുക്ക് വെളിയിലേക്ക് കിടക്കാം. നമ്മൾ ജസ്റ്റ് തന്നെ ആദ്യം നമ്മുടെ എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു പ്ലെയിൻ സർഫസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഈ പ്ലെയിൻ സർഫസിനെ ഏകദേശം ഒന്ന് വലുതാക്കുക. നമുക്ക് ഏകദേശം ഒരു 20 യൂണിറ്റുകളോളം ഞാൻ വലുതാക്കുന്നു. അത്ര വേണമെന്നില്ല, ഒരു 17 യൂണിറ്റുകളോളം അല്ലെങ്കിൽ ഒരു 15 യൂണിറ്റോളം ഞാൻ വലുതാക്കും. ഏകദേശം ഇതുപോലെ ഒരു സീൻ കൊണ്ടുവരിക. ഓക്കെ, ശരി, ടാബ് പ്രസ് ചെയ്തിട്ട് സബ് ഡിവൈഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓണായിട്ട് വരും. അതോട് ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് കട്ട്സ് എന്നുള്ളത് ഇങ്ങനെ നീക്കിക്കൊണ്ടുപോയാൽ ടോട്ടൽ നമ്പർ കട്ട് 10 വരുള്ളൂ. അപ്പോൾ ഒരു 0 കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് 100 കട്ടുകൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് 3% കാണുമ്പോൾ ഇതുപോലെ 100 കട്ടുകൾ ഇപ്പോൾ ഇവിടെ ആക്ടിവേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് സ്കൾപ്ചർ മോഡിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ സ്കൾപ്ചർ മോഡിൽ പോയിട്ട് നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു മിററുണ്ട്, അതൊന്ന് ഓഫാക്കിയിടുക. അതിനുശേഷം നമ്മൾ ഈ സൈഡിലോട്ട് പോയിട്ട് ചെറുതായിട്ട് ഇതൊന്ന് പൊക്കി കൊടുക്കുക. അതിന് ചെറുതായിട്ട് F ഒന്ന് പ്രസ് ചെയ്തിട്ട് CSലോട്ട് പോയിട്ട് F ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളരെ സ്ലൈറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ വളരെ അങ്ങനെ ഇതൊന്ന് കുറച്ചാൽ മതി. അതിൻ്റെ സ്ട്രെങ്ത് ഇല്ലേ ഒന്ന് കുറച്ച് ഞാൻ സെറ്റായിരിക്കും. ഓക്കെ, വളരെ കുറച്ച് വലുതായിട്ട് വലുതാക്കണ്ട, വളരെ ചെറുതായിട്ട് ഏകദേശം ആവുന്ന രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ അതിനെ മൈനസ് ആക്കുക. മൈനസ് ആക്കി കഴിഞ്ഞാൽ അതുപോലെ നമുക്കത് ഇതിനെ കറക്റ്റ് എടുക്കുക. അപ്പോൾ അതുപോലെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്കൾപ്ചറിങ് മോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കുറച്ചിടത്ത് ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലിയർ ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ്, എല്ലായിടത്തും ഒരേപോലെ വരണമെന്നില്ലല്ലോ. അപ്പം വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് മോഡിലോട്ട് പോവാം. അപ്പോൾ ഇനി ഞാൻ ലിങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ഞാൻ തന്നേക്കുന്ന ആ ഗ്രാസിൻ്റെ ആ സംഭവം ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പം എല്ലാവരും അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ലിങ്ക് ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഗ്രാസ് ഉള്ള ബ്ലെൻഡിൽ പോയിട്ട് അത് ഇവിടെ സംഭവിക്കുന്ന അപ്പൻഡ് ചെയ്യാനൊരു ഫയല് ഒബ്ജക്റ്റ്, അതിനുശേഷം ഇതാണ് ഇത്രയാണ്. അപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ട് അപ്പൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. Ctrl+G അടിക്കുക. അപ്പോൾ ഒരു കളക്ഷൻ കിട്ടും. ഇതിന് ജസ്റ്റ് ഗ്രാസ് എന്ന പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാസ് എന്നതിന് കൊടുത്തിട്ട് ഇതിനെ മാറ്റി നിർത്തുക. ഈ ഗ്രാബ് 6 അടിച്ച് ഇതിനൊന്ന് നീക്കിയെടുത്ത് അറ്റത്തോട്ടങ്ങ് വയ്ക്കുക. ഏകദേശം വലിയ ഏറ്റവും വേണ്ട, ഏകദേശം ഇതുപോലെ ദൂരെ ഇരിക്കുന്ന രീതിയിൽ വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലെയിൻ സർഫസ് സെലക്ട് ചെയ്തിട്ട് പാർട്ടിക്കിൾ സെറ്റിങ്സിലോട്ട് പോവാം. പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസിലോട്ട് പോയിട്ട് ഒരു പുതിയൊരു പാർട്ടിക്കിൾ സിസ്റ്റം, ദാറ്റ് മീൻസ് ഒരു പുതിയ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്പേഴ്സ്, ഇവിടെ ഹെയർ ആയിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1000 ഹെയർ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈ 1000 ഹെയർ വ്യത്യസ്ത ആംഗിളിലാണ്, വ്യത്യസ്ത ഓഫ്സെറ്റുകളായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഉണ്ടല്ലേ, ആ സ്കൾപ്ചറിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. എല്ലായിടത്തും വരണമെന്നില്ലല്ലോ. അഡ്വാൻസ്ഡ് ടേൺ ഓൺ ചെയ്യാൻ മറക്കരുത്. ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെൻഡർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പാത്ത് എന്നുള്ളതൊരു കളക്ഷൻ ആക്കുക. അതിനുശേഷം ഈ കളക്ഷനിൽ ഇൻസ്റ്റൻറ്റ് കളക്ഷനിൽ ഗ്രാസ് ആഡ് ചെയ്യുക. അതുകൊണ്ട് കഴിഞ്ഞ് ചെറിയ പുലിനാമ്പൂർ അവിടെ മുളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് റൊട്ടേഷൻ ആഡ് ചെയ്യുക. അതിനുശേഷം റൊട്ടേഷൻ എനേബിൾ ചെയ്തിട്ട് ഈ വെലോസിറ്റി ഓർ ഹെയർ എന്നുള്ളത് ഗ്ലോബൽ Y ആക്കുക. അപ്പം എപ്പോഴാണ് നിൽക്കുന്നത് അതുവരെ സെറ്റ് ചെയ്യുക. അപ്പം അതുപോലെ സെറ്റ് ചെയ്തിട്ട് ശേഷം റാൻഡമൈസ് ഒന്നും മാറ്റരുത്, ഫിസിക്സ് മാറ്റരുത്, സ്കെയിലപ്പ് ചെയ്യുക. സ്കെയിലപ്പ് നല്ല രീതിക്കൊന്ന് ഉയർത്തി കൊടുക്കുക. ഏകദേശം സ്കെയിലപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെക്കുക. അപ്പം കുറച്ചുകൂടി ഈ ഹെയറിൻ്റെ സൈസ് കൂട്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അതർവൈസ് ഞാനൊരു 4.2 ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്കെയിലാണ് നമ്മൾ ഇതിൽ മെയിനായിട്ടുള്ള ഉപയോഗിക്കുക. ഓക്കെ, ഇതുപോലെ കുറച്ച് സ്കെയിൽ ഉപയോഗിക്കുക, അതായത് ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് കുറച്ചുകൂടി വലുതാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇതിനെ വലുതാക്കുന്ന ജസ്റ്റ് എന്താണ്, വലുതാക്കുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ കുറയും കേട്ടോ. വലുതാക്കുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ സ്വാഭാവികമായിട്ട് കുറയും. അതിനെ ഉയർത്തി കൊടുക്കുന്നത് അങ്ങനെ ഉയർത്തി കൊടുക്കാം, കുറച്ചുകൂടി ഉയർത്തുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ,
ഞാൻ ഇട്ടേക്കുന്നത് 0.170 ആണ്. അപ്പം ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ടേൺ ഓഫ് ചെയ്യാം. നല്ല റാമുള്ള കമ്പ്യൂട്ടറിനെ ടേൺ ഓഫ് ചെയ്യേണ്ട, അതർവൈസ് നിങ്ങൾ ടേൺ ഓഫ് ചെയ്യണം. അപ്പം ടേൺ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒന്നും കാണത്തില്ല. ഇത് ഞാനൊരു 16,000 അത് മീൻസ് 60,000 ആക്കുന്നു. 60,000 ഹെയർ പാർട്ടിക്കിൾസ് ഇപ്പോൾ ഇവിടെ ഫോം ആവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊരു ടെക്സ്ചർ ആഡ് ചെയ്യണം. ഏകദേശം 100 ലുക്കട്ടുകളുണ്ടല്ലോ. ജസ്റ്റ് ഞാനൊരു ടെക്സ്ചർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ ആഡ് ചെയ്യാം. ഏകദേശം ഞാനിവിടെ ഉപയോഗിക്കുന്ന ടെക്സ്ചറിൻ്റെ ലിങ്ക് എനിക്ക് തോന്നുന്നു ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൻ്റെ കയ്യിൽ പോയി ഇഷ്ടമുള്ളൊരു ടെക്സ്ചർ ഇട്ടോളൂ, അത് കുഴപ്പമില്ല. ഏകദേശം ഒരു ഗ്രാസിൻ്റെ ടെക്സ്ചർ ഞാൻ ഇട്ടേക്കാം. ലിങ്ക് ഉണ്ട് കേട്ടോ, അങ്ങ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടെക്സ്ചർ ഇട്ടാൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ടെക്സ്ചറോ അങ്ങനെ ഇന്നയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടത് അത് ഉപയോഗിക്കുക. അത് വലിയ കാര്യമുള്ളൊരു സംഭവമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എവിടെ ഇട്ടേന്ന് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, ടെക്സ്റ്റേഴ്സിലല്ല, ഡോക്യുമെൻസിൽ റോക്ക് ടൈറ്റിൽസ് അടിച്ച് കാണാനില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ജസ്റ്റ് ഞാനതൊന്ന് ആഡ് ചെയ്യുന്നു. ഏകദേശം ഇതിനെ നമുക്കൊന്ന് അൺറാപ്പ് ചെയ്യാം. മീൻസ് അൺറാപ്പ് ചെയ്യണം. അപ്പം 100 എണ്ണം ഉള്ളതിൻ്റെ പേരിൽ ഒരു ടൈം എടുക്കും. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ UV എഡിറ്റിങ്ങിലോട്ട് പോകുന്നു. മെറ്റീരിയൽ എന്ന് പറഞ്ഞ ടാബിലോട്ട് പോകുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ ടാബിൽ നിങ്ങൾക്ക് നമ്മൾ ആഡ് ചെയ്ത ആ മോസി ടെക്സ്ചർ കിട്ടും. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടത്, നമുക്കൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇങ്ങനെ ആഡ്. ശേഷം നമ്മൾ ജസ്റ്റ് ഷെയ്ഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഷെയ്ഡിങ്ങിലോട്ട് പോയിട്ട് ജസ്റ്റ് ഞാൻ വെച്ചേക്കുന്നതിൻ്റെ PBR മെറ്റീരിയലും കൂടി ഒന്ന് ഞാൻ പെട്ടെന്ന് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് എൻ്റെ PBRയുടെ മെറ്റീരിയൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോൺ കളർ ഡാറ്റ കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നോർമൽ ആപ്പിൾ എങ്ങനെ തന്നെ ചെയ്യുക. നോർമൽ അങ്ങനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളൊരു സംഭവം ഉണ്ട്. ഞാൻ ഈ ചാനൽ ചെക്ക് ചെയ്താൽ കാണാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോർമൽ മാപ്പും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതുപോലെ ജസ്റ്റ് വലിയ വ്യത്യാസം കാണത്തില്ല, എന്നാലും ഒരു ലുക്കൗട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി ഇതുവരെ ബാക്കി പണിയാം. കാരണം അപ്പോൾ ഇനി നമ്മളുടെ ആ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കണം നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ട്രീ ആണ്. ഏകദേശം ഈ ഭാഗത്തായിട്ടൊരു ട്രീ ആണ് ആഡ് ചെയ്യുന്നത്. അതിന് മുമ്പേ ഒരു വേൾഡ് ആഡ് ചെയ്യാം. ഒരു ഇമേജ്, ഒരു എൻവയോൺമെൻറ്റ്, അതിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് കൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ടേബിൾ മൗണ്ടൻ ആണ്, അതൊന്ന് പുട്ട് ചെയ്യുക. അപ്പം നമുക്കിനി ജസ്റ്റ് ഈ ഒരു ഫയൽ, ആ ട്രീയുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ട്രീ എസ്കലസ് ഇപ്പോകാസ്റ്റ് ഇതാണ് സംഭവം. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് അപ്പൻഡ് ചെയ്യുക. എല്ലാവർക്കും അപ്പൻഡ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പൻഡ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് അപ്പൻഡ് ചെയ്തിട്ട് ഇതാണ് ആ ഫയൽ, ഇതാണ് ആ ട്രീ. ഏകദേശം നല്ല ലുക്കുള്ള ട്രീ ആണ്. അപ്പം ഇതിനെ ഈ ട്രീ നമ്മൾ ഫോറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച അതേ ട്രീ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മളുടെ പാറ്റേൺ നോക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് വരുന്നത്, ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഗ്രാബ് ഷിഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നീക്കിക്കൊണ്ട് പോകാൻ പറ്റും ഏത് ആംഗിളിലോട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പക്ഷേ മാറത്തില്ല, അതാണ് എൻ്റെ പ്രത്യേകത. അതിൻ്റെ ആംഗിൾ മാറത്തില്ല. ഓക്കെ, അതുപോലെ ഓഫ് സെറ്റ് കറക്റ്റ് കുറച്ചുകൂടി ഇങ്ങോട്ട് നീട്ടും. അത്ര നീളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വയ്ക്കുക. അതിന് ശേഷം ഇതിനെ ഒന്ന് വലുതാക്കുക. ഏകദേശം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണെന്നൊക്കെ. അപ്പം നമ്മളത് ഉയർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ നീളം കൂട്ടുന്നതനുസരിച്ച്, മീൻസ് ഇതിൻ്റെ നീളം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കുറച്ച് നീളം ഏകദേശം ഒരു 1.8 ആക്കാം. അപ്പോൾ അത് മറക്കല്ലോ കേട്ടോ, അതാണ് മെയിൻ. അപ്പോൾ അത്രയും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ട്രീ കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ സൈക്കിൾസ് റെൻഡർ എന്നുള്ളത് EV എന്നുള്ളത് സൈക്കിൾസ് ആക്കാം. അതിനുശേഷം റെൻഡറിലോട്ട് പോയാൽ ഒന്ന് ഇച്ചിരി മിനിങ്ങിയൊക്കെ വരും. ഓക്കെ, അപ്പം പ്രേഞ്ഞിലേസൊക്കെ ഇതാണ് കണ്ടല്ലേ സീൻ, ഇതാണ്. പക്ഷേ ഇതിന് കുറച്ച് പണിയും കൂടെ ചെയ്യാനുണ്ട്. അപ്പം ഇതൊന്ന് HD ഹൈഡ് ചെയ്യുക. പക്ഷേ റെൻഡർ ചെയ്യാൻ കാണും കേട്ടോ, അത് പേടിക്കണ്ട. ഈ പാർട്ടിക്കൽ സിസ്റ്റം കാണും, ജസ്റ്റ് ലാഗുള്ള കമ്പ്യൂട്ടേഴ്സിനാണ്. ഓക്കെ, നമുക്കിനി ജസ്റ്റ് കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ്ങിലോട്ട് പോയിട്ട് റെൻഡറിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇനി ഉള്ള പണി വെച്ചാൽ ക്യാമറ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രീ എവിടെ ഇരിക്കുന്നു അതാണ്, ട്രീ ജസ്റ്റ് ഒന്ന് അൺഹൈഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രീയോട് ഏകദേശം ഹൊറിസോണ്ടലായ രീതിയിലാണ് നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യുക. അപ്പം കറക്റ്റായിട്ട് ബ്ലെൻഡറിൽ ക്യാമറ സെറ്റ് ചെയ്താൽ മാത്രം നമുക്ക് നല്ല ലൈറ്റിംഗ് എഫക്റ്റ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ച് താത്തി കൊടുക്കുക. ഏകദേശം എന്താ പറയുക, നമ്മളുടെ ആ ഗ്രാസം കിട്ടണം, എന്നാൽ അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ആ സെറ്റ് എല്ലാം കിട്ടണം, അതാണ്. ഓക്കെ, ഇന്നും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സൂര്യനെ കൊണ്ടുവരണം. അതിനായിട്ട് ഈ ഒബ്ജക്റ്റ് എന്നുള്ളത് വേൾഡ് ആക്കുക.
അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, പക്ഷെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഉണ്ട് കേട്ടോ. ഇതാണ് ടേബിൾ മൗണ്ടൻ. കൺട്രോൾ T അടിക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് പ്രിഫറൻസസിൽ നിങ്ങൾക്കൊരു സംഭവം എന്ന് വെച്ചാൽ ടൂൾബിൻ്റെ ഒക്കെ ഇതിൽ നിങ്ങൾ എന്താ പറയുക നോഡ് റാങ്കുലർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതൊന്ന് എനേബിൾ ആക്കിയിട്ടാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, അതൊന്ന് എനേബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ അത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. ഇത് ഒരു മാപ്പിംഗ് ടെസ്റ്റർ കോർഡിനേറ്റ് 2 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലോട്ട് റൊട്ടേഷൻ എന്ന കീ ഉണ്ട്. പക്ഷേ എന്ന കീ നമുക്ക് Z ആക്സിസിലോട്ടൊരു 90 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. കാണാൻ പറ്റും സൂര്യൻ ഏകദേശം ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒരു 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ഇങ്ങനെ തന്നെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലയർ പാസ് ചെയ്യുന്നതിന് സീനറി മീൻസ് കുറേ അങ്ങ് അകത്തോട്ടായി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന പോലെ വരണമെന്നില്ല. അപ്പം ഏകദേശം നല്ലൊരു ലുക്ക് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 160 നമുക്ക് നോക്കുന്നത്. ഓട്ടെ, കുറച്ച് നീങ്ങിപ്പോയി. അപ്പോൾ 130 ഡിഗ്രി നോക്കാം അല്ലേ? ബട്ടെ അയ്യോ, അപ്പോൾ 135. അപ്പോൾ ഇങ്ങനെ മാറ്റി നോക്കാം. എപ്പോഴാണ് കറക്റ്റ് ഫിറ്റ് ആവുന്ന ആ സ്പോട്ടിൽ നിർത്തുക, അത്രേ ഉള്ളൂ. 140. അപ്പോൾ ഇങ്ങനെ Z ആക്സിസിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിങ്ങനെ മാറി വരിക. അപ്പോൾ നമുക്ക് 150 ഉപയോഗിക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഞാൻ കുറച്ചിതൊന്ന് താക്കണം. എന്ന് വെച്ചാൽ മീൻസ് ഈ ക്ലൗഡ് അവിടെ കാണുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ക്ലൗഡ് കിട്ടുന്നുണ്ട് കേട്ടോ, അത് മറക്കണ്ട. ആ കറക്റ്റായിട്ട് ആ പാസിങ് അവിടെ വരുന്നുണ്ട്, അതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ല. ഗ്രാഫിക്സ് കാർഡ് ഉള്ളവരാണെന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് GPU കമ്പ്യൂട്ടർ ഒന്ന് എനേബിൾ ആക്കി ഇട്ടേക്കുക. എനിക്ക് കമ്പ്യൂട്ടർ എനിക്ക് നേരെയുള്ള ഗ്രാഫിക്സ് കാർഡേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ Z ജസ്റ്റ് ഒരു 0.001 ആഡ് ചെയ്യുക. മീൻസ് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്യുക. ആടോട്ടെ, അപ്പോൾ 2 ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റി നോക്കുക എപ്പോഴാണ് കറക്റ്റ് ഏകദേശം നല്ല ഈ സാധനം മറഞ്ഞു പോകുന്നത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ നോഡ് റാങ്കുലർ എന്ന് പറഞ്ഞ വസ്തു വഴി. ഓക്കെ, ഇതാണ് കറക്റ്റ് നൈസ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ ഇത്രയാണ് നമ്മളെ വീഡിയോ. കുറച്ചുകൂടി ഒന്ന് എടുത്ത് കൊടുത്താൽ വേണ്ട ഏകദേശം നല്ലൊരു ഈ ക്ലൗഡ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനുശേഷം നിങ്ങൾ കളർ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SRGB തന്നെ ഇരിക്കട്ടെ, എന്ന് മാറ്റണ്ട. ഫിലിമിനുള്ള സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലുക്കുകൾ ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് ലുക്കാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് അവർ നോക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലാരിറ്റി വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡൊക്കെ മാറ്റി ഫിലിമിക്ക് ഇട്ട് തരിക. അപ്പം നമുക്ക് ഇതുപോലെ നല്ല ഫാൾസ് കളർ ഇട്ട് കഴിഞ്ഞാൽ കോമഡിയാണ്. അപ്പോൾ ഫിലിമിക്ക് ലോകമല്ല, ഫിലിമിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ മച്ചന്മാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ റെൻഡർ എല്ലാവരും ചെയ്തിട്ട് കഴിയുമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തൊന്ന് കാണിച്ചു തരും. ഓക്കെ, പരമാവധി വർക്കൗട്ട് ചെയ്യുക ഗൈസ്. ഇതൊരു കിടില വ്യൂ ആണ് ഇത് സംഭവം. നല്ല രസമുണ്ട് കാണാൻ. ട്രീകൾ നല്ല ട്രീ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല വ്യൂ പോയിട്ടായിരിക്കും കാണാൻ. സത്യം പറഞ്ഞാൽ നല്ല ഒരു ഉഗ്രൻ ലുക്കാണ്. ഈ സണ്ണും ഈ ക്ലൗഡുമാണ് ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നത്. പിന്നെ പാർട്ടിക്കിൾ സിസ്റ്റം മാറ്റി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഒറിജിനൽ കിട്ടുന്നത്. സോ ഗൈസ്, എല്ലാ കൂട്ടർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പം ദിസ് ഇസ് മാസ്റ്റർ പ്രോ. എല്ലാ കൂട്ടർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.